ഹായ് ഓൾ അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്കൊരു ഈസി ആൻഡ് ടേസ്റ്റി മസാല പ്രോൺസിൻ്റെ റെസിപ്പി നോക്കിയാലോ. ഇതിന് വേണ്ടിയിട്ട് കുറച്ച് പ്രോൺസ് ഇവിടെ എടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും പാകത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒരു അരമണിക്കൂർ ഇതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുക. ഇനി ഒരു പാൻ വെച്ച് ഇതൊന്ന് ചൂടാകുമ്പോഴത്തേക്ക് ഇതിലേക്ക് കുറച്ച് ഓയിലൊന്ന് ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പ്രോൺസ് ഒന്നിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതൊരു 10 മിനിറ്റ് ഒരു ഫ്ലെയിം കുറച്ച് വെച്ചിട്ടാണ് ഞാനിത് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത്. ഇവിടെ പ്രോൺസ് എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്കൊന്ന് മാറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു മിക്സിൻ്റെ ജാറിലേക്ക് ഒരു മീഡിയം സൈസ് സവാള ഒന്ന് കട്ട് ചെയ്തതും അതിലേക്ക് തന്നെ ഒരു 3-4 അല്ലിയോളം വെളുത്തുള്ളി, കുറച്ച് പച്ചമുളക്, നിങ്ങളുടെ എരിവിനനുസരിച്ചുള്ള പച്ചമുളക്, പിന്നെ കുറച്ച് ഇഞ്ചി, ഇതെല്ലാം കൂടി ഇട്ടതിന് ശേഷം ഒന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇനി ആ പ്രോൺസ് ഫ്രൈ ചെയ്ത ആ ഓയിലിൽ തന്നെ കുറച്ച് കറിവേപ്പില ഒന്ന് ഇട്ടൊന്ന് ഫ്രൈ ആക്കുക. അതിനുശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ മിക്സ് നല്ല ഫൈൻ പേസ്റ്റായിട്ട് തന്നെ അരച്ചെടുക്കണം. ആ മിക്സ് ഇതിലോട്ടിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യുക. അതിൻ്റെ ആ ഒരു സവാളയുടെയും വെളുത്തുള്ളിയുടെ ആ ഒരു പച്ചമണമൊക്കെ മാറുന്നിടം വരെ നന്നായിട്ടൊന്ന് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. സവാളയിലെ ആ വെള്ളത്തിൻ്റെ അംശമൊക്കെ പോയിട്ട് ഈ ഒരു പരുവത്തിന് ഇത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂണോളം മുളക് പൊടി, 1 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂണോളം ചെറിയ ജീരകത്തിൻ്റെ പൊടി, ഇതെല്ലാം ചേർത്ത് ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിൻ്റെയും പച്ചമണം ഒന്ന് മാറുന്നിടം വരെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇതൊന്ന് പാനിൽ നിന്ന് വിട്ട് വരുന്നത് ഈ ഒരു പരുവം വരെ ഒന്ന് ആക്കിയെടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ മസാലയ്ക്കനുസരിച്ചുള്ള വെള്ളം ഒന്ന് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 1 കപ്പ് വെള്ളം അതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി അതൊന്ന് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് നേരത്തെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പ്രോൺസ് ഒന്ന് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം അതൊന്ന് തിളപ്പിച്ചെടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് കുറച്ച് കുരുമുളകിൻ്റെ പൊടിയും മസാലപ്പൊടിയും ഒന്ന് ടേസ്റ്റിന് വേണ്ടിയിട്ട് ഒന്ന് ചേർത്ത് കൊടുക്കാം. കുരുമുളകിൻ്റെ പൊടി ഒഴിവാക്കേണ്ടവർക്ക് ഒഴിവാക്കാം. നേരത്തെ പച്ചമുളക് ചേർത്തിട്ടുള്ളതുകൊണ്ട് എരിവ് കൂടുതലാണെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണ്ട. പിന്നെ നമുക്ക് ഇതിന് പാകത്തിനുള്ള ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില ഒന്ന് ചേർത്ത് കൊടുക്കുക. മല്ലിയില ഇവിടെ ഞാനൊരു 2 പിടിയോളം മല്ലിയില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മല്ലിയില ഇഷ്ടമുള്ളവരാണെങ്കിൽ 2 പിടിയോളം മല്ലിയില തന്നെ ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് നമ്മുടെ ഈസി ആൻഡ് ടേസ്റ്റി സിമ്പിൾ പ്രോൺസ് മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ചപ്പാത്തി, അപ്പത്തിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റുന്നൊരു ബെസ്റ്റ് മസാലയാണിത്. അപ്പം ഇതെന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഇത് തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.
എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഫ്രണ്ട്സ് ആണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടെ തന്നെ ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. ഞാനിടുന്ന പുതിയ വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.